പിണറായി വിജയന്റെ മകളുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. ഇങ്ങോട്ടാണ് ഓടുന്നത്, അമേരിക്കയിലേക്കാണോ കാനഡയിലേക്കാണോ ദുബായിലേക്കാണോ ഡൽഹിയിലേക്കാണോ മുങ്ങുന്നതെന്ന് ഒരു പിടിയുമില്ല. അങ്കലാപ്പിലാണ് മുഖ്യനും മകളും. ഇപ്പോൾ ഇ ഡിയുടെ കുറ്റപത്രം കിട്ടിയാൽ, അല്ല SFIയുടെ കുറ്റപത്രം കിട്ടിയാൽ ഇ ഡി അറസ്റ്റിന് ഒരുങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വീണയ്ക്ക് അറസ്റ്റ് ആകുമോ അതോ ഈ SFIയുടെ കുറ്റപത്രത്തിലുള്ള സ്റ്റേ ആകുമോ? ഏതായിരിക്കും ആശ്വാസം? ഏതായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിനങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ CPI പോലും തള്ളി പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ബിനോയ് വിശ്വമൊക്കെ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിണറായി സർക്കാർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ പോലും പറയാൻ തുടങ്ങി. അതിന് വി ശിവൻകുട്ടിയൊക്കെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുന്നണിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ ആ വിഷയത്തിലൊക്കെ CPIക്ക് അടക്കം എതിർപ്പുണ്ട്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ മന്ത്രിസഭയിലുള്ളവർക്കും എതിർപ്പുണ്ട്. പക്ഷേ അതവർക്ക് പറയാൻ പറ്റത്തില്ല, മനസ്സിനുള്ളിൽ വയ്ക്കാനേ പറ്റൂ. കാരണം പിണറായിക്ക് അപ്പുറം മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിസത്തിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുകയാണ്. കാരണം പണ്ട് കാലത്ത് നമുക്കറിയാം വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല കമ്മ്യൂണിസം, അതൊരു പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ പിണറായിയാണ് അതിൻ്റെ പറഞ്ഞ, അതായത് MA ബേബി പോലും ഒന്നും അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത്. MA ബേബിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പിണറായി വിജയൻ്റെ അനുവാദം വേണം. കാരണം ഈ പൈസ എല്ലാം ഇവിടുന്ന് ആണ് മൊത്തത്തിൽ പ്രവർത്തിക്കാനുള്ള പൈസകളൊക്കെ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് ഒന്നും ബാധകമല്ല, വയസ്സ് ബാധകമല്ല, പ്രായം ബാധകമല്ല, അല്ലെങ്കിൽ എന്ത് തീരുമാനവും മുഖ്യമന്ത്രിക്കാകാം. ഇനി പിണറായി സർക്കാർ വേണമെങ്കിൽ മൂന്നാമതുമാകാം, അത് പ്രശ്നമല്ല. പക്ഷേ വളർന്നു വരുന്നവരെല്ലാം വെട്ടി മാറ്റുക എന്നുള്ളതാണ്. KK ശൈലജ അടക്കം നമ്മളത് കണ്ടു. സ്വാഭാവികമായും ഈ SFIO റിപ്പോർട്ടിൽ മതിയായ തെളിവുകളുണ്ട്. അതാണ് കമ്പനി നിയമത്തിലെ 3 വകുപ്പുകൾ നിലനിൽക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല, ശുഭകരമല്ല കാര്യങ്ങൾ. അതായത് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിലെ SFIO റിപ്പോർട്ടിൽ കുറ്റകൃത്യമായി പരിഗണിക്കാവുന്ന മതിയായ തെളിവുകളുണ്ടെന്നാണ് ഈ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കമ്പനി നിയമത്തിലെ 129, 134, 447 വകുപ്പുകൾ നിലനിൽക്കുമെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. അതേസമയം ബാലൻസ് ഷീറ്റ് സംബന്ധിച്ച കുറ്റം വിചാരണ കോടതി ഒഴിവാക്കിയിട്ടുമുണ്ട്. കേസിൻ്റെ വിചാരണ കമ്പനി നിയമത്തിലെ നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും നടക്കുക. അതായത് SFIO സമർപ്പിച്ച കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ച കോടതി തുടർ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറ്റാരോപിതരായ വീണ വിജയനും ശശിധരൻ കർത്തയും ഉൾപ്പെടെയുള്ളവർക്ക് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അടുത്ത ദിവസം സമൻസ് അയക്കുമെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് വരുന്നത്. ഈ മാസം 3-ന് സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ സൂക്ഷ്മ പരിശോധന ഒരാഴ്ച കൊണ്ടാണ് പൂർത്തിയാക്കിയത്. കമ്പനികാര്യ ചട്ടത്തിലെ 447 വകുപ്പ് പ്രകാരം 10 വർഷം വരെ തടവും വെട്ടിപ്പ് നടത്തിയ തുകയുടെ 3 ഇരട്ടി വരെ പിഴശിക്ഷയും ലഭിക്കുന്ന കുറ്റമാണ് വീണയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റപത്രത്തിൻ്റെ പകർപ്പ് വാങ്ങി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ഒരുപാട് നിർണായകമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നൂലാമാലകളിലേക്ക് വീണ വിജയന് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സമൻസ് കിട്ടിയാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഇവിടെ നിന്നും മുങ്ങിയത് എന്നുള്ള ഒരു വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് കോടതിക്ക് ബോധ്യമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പഴുതുകൾ വളരെ കുറവാണ്. ഇടിക്ക് കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ അറസ്റ്റും അന്വേഷണവും അതിവേഗം പൂർത്തിയാക്കാനാണ് ഇത്തരത്തിൽ നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അഴിമതിയിൽ CBI വന്നാൽ അച്ഛനെയും മകളെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യത എന്നതടക്കം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ നീക്കം ഭയന്ന് വീണ വിജയൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ വിഷു മുഖ്യമന്ത്രിയെയും മകളെയും സംബന്ധിച്ചിടത്തോളം ഈ വിഷുക്കാലം നമുക്കറിയാം, ഈ രാശികളൊക്കെ മാറുന്നൊരു സമയം കൂടിയാണല്ലോ വിഷു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് ഇവരുടെ രാശി ഏത് തരത്തിലാകും എന്നുള്ളത് കാണേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. വീണ വിജയന്റെ കേസ് ഏതുവരെ ആയി എന്ന് ചോദിക്കുമ്പോൾ BJPയും CPM തമ്മിലുള്ള ഒരു അന്തർധാര സജീവമായതുകൊണ്ട് ഈ കേസൊന്നും പൊങ്ങി വരില്ല, അല്ലെങ്കിൽ വീണയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് ഉയർത്തിയിരുന്നത്. അവിടെ നിന്ന് SFIO കുറ്റപത്രം സമർപ്പിച്ച ആ കുറ്റപത്രത്തിൽ വീണ വിജയൻ പ്രതിയാണ് എന്നും 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ വീണയ്ക്ക് മേലുണ്ട്, ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതും പുറത്തു വരുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ ഒരു കുറ്റപത്രമായിരിക്കും, ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ED കൂടി അത് ഏറ്റെടുക്കുമ്പോൾ കൃത്യമായി വീണയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പാർട്ടി വേറെ കുടുംബം വേറെ. മകന്റെ കേസിൽ ഞാൻ ഇടപെടൽ നടത്തില്ല. ഏകദേശം 1 വർഷത്തോളം അദ്ദേഹം ബംഗളൂരിലെ പരപ്പരങ്ങാടി ജയിലിൽ കിടന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞുകൊണ്ടാണ്
ആ കാര്യത്തിൽ അദ്ദേഹം പിന്നെ മാന്യത കാണിച്ചത് അല്ല, കോടിയേരി പിണറായി തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം കോടിയേരിക്ക് അത്തരത്തിലുള്ള ചില നയങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നിലപാടുകളുണ്ടായിരുന്നു. കോടിയേരിയെ പോലെ പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം പിണറായി വിജയൻ സ്വന്തം മകൾക്കും അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിയമസഭയിലും മാത്യു കുഴൽനാടനൊക്കെ ഈ മകളുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ അസഹിഷ്ണുത കാണിക്കുക. അതുകൊണ്ട് കോടിയേരിയും പിണറായിയും തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് കാണാൻ കഴിയില്ല. അല്ല, അതാണ് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് കേസ് വരുമ്പോൾ അത് കേസായി തന്നെ മുന്നോട്ട് പോട്ടെ. ഞാനതിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിലാണെങ്കിൽ പരോക്ഷത്തിൽ സഹായിച്ചാൽ പോലും പ്രത്യക്ഷത്തിൽ പറയും അത് കുടുംബത്തിൻ്റെ കാര്യമാണ്, അത് അങ്ങനെ തന്നെ പോട്ടെ, പാർട്ടിയുടെ കാര്യമല്ല എന്ന്. ഇവിടെ അങ്ങനെയല്ല. മകളെ മുഴുവനായി സംരക്ഷിക്കുന്ന ഒരു അച്ഛനെയാണ് നമ്മൾ കാണുന്നത്. ഒരു കേസ് വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി പിണറായി ഒരു തനി അച്ഛനാകുന്ന ഒരു രീതിയാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്. അപ്പോൾ വീണയെ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകാൻ പിണറായി വിജയൻ മടിക്കില്ല എന്നുള്ളത് തന്നെയാണ്. റിയാസും കൂടി ഇതിൽ പെടുമോ എന്നുള്ളതാണ്. കാരണം വീണ മുഹമ്മദ് റിയാസിന്റെ ഭർത്താവാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ്. അപ്പോൾ ഇതിൽ ഇനി റിയാസ് എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതും ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വീണ വിജയനെ സംബന്ധിച്ച് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിലെ സാമ്പത്തിക ക്രമക്കേടുകൾ, ശശിധരൻ കർത്തയിൽ നിന്ന് 2,70,00,000 രൂപ ഇല്ലാത്ത സേവനത്തിന് എന്തിനു വാങ്ങി, ഇതിനൊക്കെയുള്ള ഉത്തരം വീണ വിജയൻ പറഞ്ഞേ മതിയാകും. അത് പിണറായിയെ സ്വാധീനിക്കാനാണ് ശശിധരൻ കർത്ത നൽകിയെങ്കിൽ പോലും അതെന്ത് കാര്യത്തിൽ സ്വാധീനിക്കാനാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ CPI തന്നെ തള്ളിപ്പറയുമ്പോൾ ആകെ കൂടി എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ മാഷ് മാത്രമാണ് പിണറായിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ശിവൻകുട്ടി അടക്കമുള്ള 1-2 മന്ത്രിമാർ പേടിച്ച് നിൽക്കുന്നതാണ്. ഒരു അവസരം കിട്ടിയാൽ എല്ലാവർക്കും പറയാനുള്ളത് അവർ തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതെ, അണികൾക്കിടയിൽ പോലും അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ ബാലകൃഷ്ണപിള്ളയും ഗണേഷും ഒക്കെ ഉള്ള സമയത്ത് ഇത്തരത്തിൽ അഴിമതി കേസുകൾ വന്നപ്പോൾ മാറി നിന്ന് അന്വേഷണത്തെ നേരിട്ട ചരിത്രമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഗണേഷ് രാജിവെച്ചിട്ടല്ലേ അങ്ങനെ നേരിട്ടത്. ഏതായാലും ഈ കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി വൻതുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി SFIO സമർപ്പിച്ച കുറ്റപത്രമൊക്കെ ഫയലിൽ സ്വീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികളിലേക്കൊക്കെ പ്രതികൾ കടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളടക്കം അറസ്റ്റിലാകുമെന്നുള്ള വാർത്തകളാണ് കൂടുതൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷു കഴിഞ്ഞ്, അതായത് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ, കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ വിഷു, ഏതായാലും മേടമാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ കേരളം ഞെട്ടിക്കുന്ന നീക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7-ൽ SFIO സമർപ്പിച്ച കുറ്റപത്രമാണ് സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിൽ കുറ്റപത്രത്തിന് പകർപ്പ് വേണമെന്ന EDയുടെ ആവശ്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. കുറ്റപത്രം കിട്ടിയതിന് പിന്നാലെ ED നടപടികളിലേക്ക് കടക്കുകയാണ്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ BJP CPM തമ്മിലുള്ള അന്തർധാരയൊന്നും ഇനി ഇതിൽ നടക്കില്ലെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം എന്നിവ SFIO കണ്ടെത്തിയാലും EDക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ്റെ ചുമതല. കേസിൽ PMLA FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് EDക്ക് കടക്കാൻ കഴിയും. അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളടക്കം അതിവേഗ നീക്കങ്ങൾ മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് മാറുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കുറ്റപത്രം സ്വീകരിച്ചത്. സെഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് ഇനി വരാൻ പോകുന്ന നടപടി. ഏതായാലും 1-ാം പ്രതിയായ ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വരെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്ന നടപടികളിലേക്കാണ് ഇനി കടക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇനി വരും ദിവസങ്ങളിൽ, വിഷുവിന് ശേഷമാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നടക്കും. ഏതായാലും SFIയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാവും പകർപ്പ് EDക്ക് കൈമാറുക. SFIO, അതായത് EDക്ക് കുറ്റപത്രം നൽകുന്നതിനെ SFIO എതിർക്കില്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മുഖ്യമന്ത്രിയെയും മകളെയും CPMനെയും സംബന്ധിച്ചും നിർണായകമാണ്.